ക്വസ്റ്റ്യൻ നമ്പർ 136 നോക്കാം. ഈ ഒരു കോമ്പൗണ്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം മോർഫിൻ ആണ് അല്ലേ. മോർഫിൻ്റെ ഫീച്ചേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനായിട്ടാണ്. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ലാക്ടസ് ഓഫ് പോപ്പി പ്ലാന്റ്. ശരിയാണോ? ഒപ്പിയോഡ്സ് ഒക്കെ പോപ്പി പ്ലാന്റിൻ്റെ ലാക്ടസിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ദേ ആർ നോൺ ഫോർ എഫക്ട്സ് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി പറയുകയാണ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇൻഫ്ലോറൻസസ് ഓഫ് പ്ലാന്റ്. അല്ല, അത് കനബിനോയിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. യെസ്, ജനറലി ടേക്കൺ ഓൺലി ബൈ ഇൻഹലേഷൻ ആൻഡ് ഇൻജക്ഷൻ. അല്ല, ഇൻഹലേഷൻ ആൻഡ് ഇൻജക്ഷൻ അല്ല, സ്നോട്ടിങ് ആൻഡ് ഇൻജക്ഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് ബിയും സിയും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 136 ആൻസർ ഓപ്ഷൻ 3 ആണ്. സി ആൻഡ് D are the incorrect statements. Okay, next question 137. Transmission of HIV infection generally does not occur by. Okay, അപ്പോൾ ഒന്നാമത് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ പകരം അല്ലേ ട്രാൻസ്മിറ്റ് ആവും. ട്രാൻസ്മിഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് ശരിയാണ്. ഇനിയും ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ചൈൽഡ് ത്രൂ പ്ലാസൻഡ, അതും ട്രാൻസ്മിഷൻ മെത്തേഡിൽ വരുന്നതാണ്. മിയർ ടച്ച് ഓർ ഫിസിക്കൽ കോൺടാക്ട്, മിയർ ടച്ച് വഴിയോ ഫിസിക്കൽ കോൺടാക്ട് വഴിയോ എയ്ഡ്സ് വരുമോ? ഇല്ല. യെസ്, സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ്. ടെക്നിക് ഇൻവോൾവിംഗ് ഹിസ്റ്റോപതോളജിക്കൽ സ്റ്റഡീസ് ഇൻ വിച്ച് എ പീസ് ഓഫ് സസ്പെക്റ്റഡ് ടിഷ്യൂ ഈസ് കട്ട് ഇൻ ടു തിൻ സെക്ഷൻസ് ഈസ് ചെയിൻഡ് ആൻഡ് എക്സാമിൻസ് അണ്ടർ മൈക്രോസ്കോപ്പ് ബൈ എ പത്തോളജിസ്റ്റ്. ഇത് കാണുമ്പോഴേ നമുക്ക് ആൻസറിലേക്ക് എത്താം. MRIയോ CTയോ LICയോ ഒന്നുമല്ല, ഓപ്ഷൻ 2 ആണ്, ബയോപ്സി ആണ്. യെസ്. 139. സെലക്ട് ദ ഓഡ് വൺ ഫോർ ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഓഡ് വൺ കണ്ടെത്താനായിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നോക്കണം. ഇന്ത്യ ഹാസ് മോർ ദാൻ 50,000 ജനറ്റിക്കലി ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് റേസ്. ശരിയാണ് അല്ലേ. ഈസ്റ്റേൺ ഗാർഡ്സ് ഹാവ് ഗ്രേറ്റർ ആംഫീബിയൻ ഡൈവേഴ്സിറ്റി ദാൻ വെസ്റ്റേൺ ഗാർഡ്സ്. ശരിയാണോ? അല്ല, വെസ്റ്റേൺ ഗാർഡ്സിനാണ് ആംഫീബിയൻ ഡൈവേഴ്സിറ്റി കൂടുതലുള്ളത്. ഇന്ത്യ ഹാസ് 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ. ശരിയാണ്. റൈബോഫിയ മൊമിറ്റോറിയ ഷോസ് വേരിയേഷൻ ഇൻ റിസർവൈൻ കോൺസെൻട്രേഷൻ ഗ്രോയിങ് ഇൻ ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് ഹിമാലയ. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓട് വണ്ണാണ് ചോദിച്ചത്. 3 ശരി, മറ്റേ 1 തെറ്റ്. അപ്പോൾ ഓട് വണ്ണായിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ഡിക്രീസസ് as we move from. ഇവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നത്. ടെമ്പറേറ്റ് റീജിയനിൽ നിന്ന് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. പോൾസിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോഴും ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. ഇനി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ ആൾട്ടിറ്റ്യൂഡിലേക്ക് മൂവ് ചെയ്താലും ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. അതേസമയം കൊളംബിയ, ഇക്വേറ്ററിനോട് ചേർന്നിരിക്കുന്ന കൊളംബിയയിൽ നിന്ന് 71 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലിരിക്കുന്ന ഗ്രീൻലാൻഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, 140 ഓപ്ഷൻ 4. 141. വിച്ച് കണക്റ്റീവ് ടിഷ്യൂ ഈസ് ക്യാരക്ടറൈസ്ഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ്, മൈക്രോഫേജ്, ഫൈബ്രോബ്ലാസ്റ്റ് ആൻഡ് മാസ്റ്റർ സെൽസ്. അപ്പോഴേ മനസ്സിലേക്ക് വരണം ഏതാത് ഏരിയോളാർ ടിഷ്യൂ ആണ്. ഓക്കെ, ബ്ലഡോ കാർട്ടിലേജോ സ്മൂത്ത് മസിൽസോ ഒന്നുമല്ല, ഏരിയോളാർ ടിഷ്യൂ ആണ് കറക്റ്റ് ആൻസർ. യെസ്. ഷേപ്പ് ഓഫ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഷേപ്പ് ഓഫ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എങ്ങനെയാണ്? സിഗ്മോയിഡ് ആണ്. Okay, 143. How many of the given structures of the human respiratory system from the box below supported by incomplete cartilaginous strings? ഓർത്തേക്കണം, ഇൻകംപ്ലീറ്റ് കാർട്ടിലേജ് സ്ട്രിങ്സ് എവിടെ തൊട്ട് എവിടം വരെയാ? ട്രക്കിയ മുതൽ ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് വരെ. ട്രക്കിയ കഴിഞ്ഞ് പ്രൈമറി ബ്രോങ്കിയ ഉണ്ട്, സെക്കൻഡറി ബ്രോങ്കിയ ഉണ്ട്, ടെർഷറി ബ്രോങ്കിയ ഉണ്ട്, അതിനുശേഷം ഇനീഷ്യൽ ബ്രോങ്കിയോൾസ്. ഈ 5 പാർട്സിലാണ് ഇനീഷ്യൽ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്സ് പ്രസൻ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. ട്രക്കിയയിലുണ്ട്, ടെർഷറി ബ്രോങ്കിയയിലുണ്ട്, ട്രൈമിയൽ ബ്രോങ്കിയോൾസിലില്ല, ഇനീഷ്യൽ ബ്രോങ്കിയോൾസിലുണ്ട്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. ഓക്കെ, 143 ഓപ്ഷൻ 1. 144. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബ്ലഡ് കോൺസ്റ്റിറ്റ്യൂട്ട് പ്ലാസ്മ? പ്ലാസ്മ എത്ര ശതമാനം? 55% ആണ്. 55%. കാർഡിയാക് ഔട്ട്പുട്ട് ഓഫ് എ പേഴ്സൺ ഈസ് 5500 ml ആൻഡ് സ്ട്രോക്ക് വോളിയം ഈസ് 50 ml. വാട്ട് വിത്ത് ദ നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ്? എന്താ ഇക്വേഷൻ? ഓർക്കുന്നുണ്ടോ ഇക്വേഷൻ? യെസ്, കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു stroke volume into number of heartbeats per minute ആണ്. number of heartbeats per minute ആണ്. അപ്പോൾ ഇവിടെ വരിക 5500 is equal to stroke volume 50 into number of beats ആണ്, number of beats. So number of beats is equal to 5500 divided by 50 ആണ്. ആൻസർ കിട്ടുക 110. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. ഓക്കെ അല്ലേ. 146. ഇൻകറക്റ്റ് മാച്ച് നോക്കാനായിട്ടാണ്. ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് ഈസ് നോട്ട് പമ്പിങ് ബ്ലഡ് എഫക്റ്റീവ്ലി. ശരിയാണ്. കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. ശരിയാണ്. ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് മസിൽ ഈസ് സഡൻലി ഡാമേജ് ബൈ എ ഇൻഅഡ്യൂക്കേറ്റ് ബ്ലഡ് സപ്ലൈ. ശരിയല്ലേ? യെസ്. ആർത്രോസ്ക്ലീറോസിസ്, acute chest pain when inadequate oxygen is reaching the heart muscle. acute chest pain എന്ന് പറയുന്നത് ഇതിൻ്റെയാ
അഞ്ചൈന പെക്ടോറിസിൻ്റെ ആർത്തറോസ്ക്ലീറോസിസിൻ്റെ ആണോ? അല്ല. യെസ്. അപ്പോൾ ആൻസർ വരിക ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 4 ആണ്. യെസ്. ഓക്കെ അല്ലേ? 147 അസേഷൻ റീസൺ ANF മെക്കാനിസം ആക്ട്സ് എ ചെക്ക് ഓൺ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. നേരെ ഓപ്പോസിറ്റ് ആണ്. റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം നേരെ ഓപ്പോസിറ്റ് ആണ് ANF മെക്കാനിസം. അതുകൊണ്ട് അസേഷൻ ശരിയാണ് അല്ലേ? അസേഷൻ ശരിയാണ്. റീസൺ പറയുന്നു ANF ഈസ് സെക്രീറ്റഡ് ബൈ ദ വെൻട്രിക്കിൾ ഓഫ് ഹാർട്ട്. ANF എന്ന് പറയുന്നത് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? വെൻട്രിക്കിളിൽ നിന്നാണോ? അല്ല, ഏട്രിയയിൽ നിന്നാണ്. സോ ആൻസർ വരിക ഈസ് ട്രൂ ബട്ട് ആർ ഈസ് false. Option 3 ആണ്. 147 option 3. 148 read the statements given below and select the incorrect one. ഇൻകറക്റ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കാനായിട്ടാണ്. അമോണിയ ഈസ് ദ മോസ്റ്റ് ടോക്സിക് എക്സ്ക്രീറ്ററി ഫോം ആൻഡ് ലീസ്റ്റ് സോലുബിൾ ഇൻ വാട്ടർ. ലീസ്റ്റ് സോലുബിൾ ആണോ? മോസ്റ്റ് ടോക്സിക് അതുപോലെ തന്നെ ഹൈലി സോലുബിൾ ആണ്. ഓക്കെ, ലീസ്റ്റ് സോലുബിൾ എന്ന് പറയുന്നത് തെറ്റാണ്. ഈ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് ലാൻഡ് സൈഡ് എക്സ്ക്രീറ്റ് നൈട്രോജൻ ഫേസ് ഇൻ ദ ഫോം ഓഫ് പെല്ലറ്റ് ഓർ പേസ്റ്റ്. ശരിയാണ്. അക്വാട്ടിക് ഇൻസെക്ട്സ് ആൻഡ് മെനി ബോണി ഫിഷസ് ആർ അമോണോറ്റെലിക് ഇൻ നേച്ചർ. ശരിയല്ലേ? അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ്. പ്രോട്ടോനെഫ്രീഡി ആർ പ്രൈമറിലി കൺസേൺഡ് വിത്ത് അയോണിക് ആൻഡ് ഫ്ലൂയിഡ് വോളിയം റെഗുലേഷൻ. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ്. സോ ഇവിടെ ഇൻകറക്റ്റ് ആണ്. നമ്മുടെ ആൻസർ 148ൻ്റെ ഓപ്ഷൻ 1 ആണ്. ഓക്കെ. 149 ഹൗ മെനി ഓഫ് ദ സബ്സ്റ്റൻസ് ഗിവൺ ബിലോ ആർ റീഅബ്സോർബ്ഡ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇൻ റീനൽ ട്യൂബ്യൂൾസ്. റീനൽ ട്യൂബ്യൂൾസിലുള്ള ഫിൽട്രേറ്റിൽ നിന്ന് 99% റീഅബ്സോർബ് ചെയ്തെടുക്കുകയാണ് അല്ലേ? അത് രണ്ട് രീതിയിലാണ്. ഒന്ന് ആക്റ്റീവായിട്ടും പാസീവ് ട്രാൻസ്പോർട്ട് വഴിയും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയും. അതിൽ ആക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്തെടുക്കുന്നത് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ഉണ്ട്, സോഡിയം ഉണ്ട്, അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. പാസീവ്ലി റീഅബ്സോർബ് ചെയ്തെടുക്കുന്നത് നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ വാട്ടറുമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി എന്ന് പറയുമ്പം ഗ്ലൂക്കോസും Na+ ആണ്. സോ ആൻസർ വരിക ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2. യെസ്. ലോക്കോമോഷൻ ആൻഡ് ക്യാപ്ചർ ഓഫ് ബ്രെയിൻ ഹൈഡ്ര ഒക്കേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ഹൈഡ്രയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? ഏത് സ്ട്രക്ചറാണ്? ടെൻറ്റക്കിൾസ് ആണ്. ഓപ്ഷൻ 3 ആണ്. 151 ആൻഡ് ബൈ ദ ഫിഗർ. ഇതെന്തൊരു ഫിഗറാണ്? ആക്റ്റിൻ്റെ സ്ട്രക്ചറാണ് അല്ലേ? ആക്റ്റിൻ്റെ സ്ട്രക്ചറിൽ ABC കൊടുത്തിരിക്കുന്നു. എ എന്താണ്? മുന്തിരിക്കോല പോലെ ഉള്ളത് റെഗുലേറ്ററി പ്രോട്ടീൻ ആയിരിക്കുന്ന ട്രോപ്പോണിനാണ്. ബി എന്ന് പറയുന്നത് കയറ് പോലത്തെ സ്ട്രക്ചർ ട്രോപ്പോമയോസിൻ ആണ് അല്ലേ? സി എന്ന് പറയുന്നത് യെസ് ജി ആക്റ്റിൻ എന്ന് പറഞ്ഞ മുത്തുകൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന പോളിമറാണ് എഫ് ആക്റ്റിൻ. അപ്പോൾ സി എന്ന് പറയുന്നത് എഫ് ആക്റ്റിൻ ആണ്. ഇനി നമുക്ക് നോക്കാം. എ ട്രോപ്പോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മാസ് ദ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ്സ് ഫോർ മയോസിൻ. ഓക്കെ. A2 ആണ്. ബി എന്ന് പറയുന്നത് ട്രോപ്പോമയോസിൻ ആണ്. ട്രോപ്പോമയോസിൻ റൺ ക്ലോസ് ടു ദ എഫ് ആക്റ്റിൻ ത്രൂ ഔട്ട് ദ ലെങ്ത്. യെസ്. സി എന്ന് പറയുന്നത് നമ്മുടെ എഫ് ആക്റ്റിൻ ആണ്. എഫ് ആക്റ്റിൻ ഈസ് എ പോളിമർ ഓഫ് ജി ആക്റ്റിൻസ്. സോ ഇവിടെ ആൻസർ വരിക A2 ആണ്, B3 ആണ്, C1 ആണ് അല്ലേ? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. യെസ്. 152 ഫ്രം ദ പാർട്സ് മെൻഷൻഡ് ഇൻ ദ ബോക്സ് വിച്ച് വൺ ആർ നോട്ട് എ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിൻ്റെ പാർട്ട് അല്ലാത്തത് അല്ലേ? ഓർത്തോണേ, നോട്ട് എ പാർട്ട് എന്നാണ് ചോദ്യം. ഓക്കെ. ഫോർ ബ്രെയിൻ്റെ പാർട്സ് ആയിട്ടുള്ളത് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ് അല്ലേ? അത് 3 ഉണ്ട്. ഇല്ലാത്തത് നോട്ട് എ പാർട്ട് എന്നുള്ളത് കോർപ്പോറ ക്വാഡ്രിജിമിനയാണ്. മിഡ് ബ്രെയിൻ്റെ പാർട്ടായിരിക്കുന്ന കോർപ്പോറ ക്വാഡ്രിജിമിന. സോ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. യെസ്. Read the given descriptions and recognize the part of human neural system associated with it. Has an outer part called cortex. Cortex ഉണ്ട്. Makes up the command and control system. നമുക്ക് ആൻസറിലേക്ക് എത്താം. കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് ബ്രെയിൻ ആണ് അല്ലേ? സൈറ്റ് ഫോർ പ്രോസസ്സിംഗ് സ്പീച്ച്, വിഷൻ എക്സെട്ര ആർ പ്രസൻറ്റ്. സൈറ്റ് ഫോർ പ്രോസസ്സിംഗ് സ്പീച്ച്, വിഷൻ, ഇമോഷൻസ്, തോട്ട്സ് ഇതൊക്കെ ഏതാണ്? ബ്രെയിൻ ആണ്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓപ്ഷൻ 3. 154 ന്യൂറോൺ വിത്ത് എ സെൽ ബോഡി ആൻഡ് 1 ആക്സോൺ. സെൽ ബോഡി ഉണ്ട്, ഒരു ആക്സോൺ മാത്രം. ഒരു ആക്സോൺ മാത്രമുള്ള ന്യൂറോൺ ഏതാ? യൂണിപോളാർ ആണ് അല്ലേ? യൂണിപോളാർ പ്രസന്റ് ആയിരിക്കുന്ന എംബ്രിയോണിക് സ്റ്റേജിലാണ്. സോ A2 വരും. ന്യൂറോൺ വിത്ത് 1 ആക്സോൺ ആൻഡ് 1 ഡെൻഡ്രൈറ്റ്. ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും ഉള്ളത് ബൈപോളാറാ. എവിടെയാണ് കാണുന്നത്? റെറ്റിന ഓഫ് ഐ. റെറ്റിന എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ഐ അല്ലേ? സോ ബി എന്ന് പറയുന്നത് 2 ആണ്. ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ഐ, റെറ്റിന ഓഫ് ഐ. ന്യൂറോൺ വിത്ത് 1 ആക്സോൺ ആൻഡ് 2 or more ഡെൻഡ്രൈറ്റ്സ്. അതേതാ? മൾട്ടിപോളാറാ. മൾട്ടിപോളാർ കാണുന്നത് കോർട്ടെക്സ് ഓഫ് സെറിബ്രം ആണ് അല്ലേ? സെറിബ്രൽ കോർട്ടെക്സ് ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നു കോർട്ടെക്സ് ഓഫ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ സെറിബ്രം ആണ്. ഓക്കെ. സോ ആൻസർ വരിക A2 ആണ്, B1 ആണ്, C3 ആണ്. ഓപ്ഷൻ 4 ആണ്. യെസ്. 155 ചൂസ് എ ഹോർമോൺ വിച്ച് റെഗുലേറ്റ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് മച്ചുറേഷൻ ഓഫ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, മെറ്റബോളിസം, എറിത്രോപോയസിസ് ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ. അതായത് മെൻ്റൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ, മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ, എറിത്രോപോയസിസ് RBCയുടെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ, അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ. ഇത് 4 ഉള്ളത് ഏത് ആൻസർ? തൈറോക്സിനാണ്.
ഓക്കെ, തൈറോസിൻ. Which of the following hormones is not synthesized by ovary? Ovary synthesize ചെയ്യുന്ന പ്രൈമറി ഹോർമോൺസ് ഏതൊക്കെയാണ്? പ്രൊജസ്ട്രോണും ഈസ്ട്രജനും. അതുപോലെ തന്നെ റിലാക്സിനും സെക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, റിലാക്സിനും ഉണ്ട്. എന്നാൽ ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ HPL പ്രഗ്നൻസി ടൈമിൽ മാത്രം കാണുന്ന HPL സെക്രീറ്റ് ചെയ്യുന്ന പ്ലാസൻ്റെയാണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരിക ഇറ്റ് ഈസ് നോട്ട് സിന്തസൈസ്ഡ് ബൈ ഓവറി എന്ന് പറയുന്നത് HPL ആണ്. ഓപ്ഷൻ 2 ആണ്. പ്രൊജസ്ട്രോൺ ബേസ്ഡ് കോൺട്രാസെപ്റ്റീവ്സ് ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ്. ഓക്കെ, ഹോർമോൺ ബേസ്ഡ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ്സ്. LNG ഹോർമോൺ റിലീസിങ് IUD ആണ്, ഹോർമോൺ ബേസ്ഡ് ആണ്. മൾട്ടിലോഡ് 375 കോപ്പർ റിലീസിങ് IUD ആണ്. ഇംപ്ലാൻസ് ഉറപ്പായിട്ടും ഇംപ്ലാൻസിലും ഓറൽ പിൽസിലും ഇഞ്ചക്ഷനിലും എല്ലാം ഹോർമോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രൊജസ്ട്രോൺ ബേസ്ഡ് കോൺട്രാസെപ്റ്റീവ് ആണ്. പ്രൊജസ്റ്റേറ്റും ഹോർമോൺ റിലീസിങ് IUD ആണ്, അവിടെയും ഹോർമോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന കോപ്പർ റിലീസിങ് ആയിട്ടുള്ള മൾട്ടിലോഡ് 375 ആണ്. ഓപ്ഷൻ 2 ആണ്. 158 എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ആർ എഫക്റ്റീവ് if we use within കൃത്യമായിട്ട് ഓർത്തിരിക്കണം 72 hours of coitus. ഓപ്ഷൻ 3 ആണ്. ഡാർവിൻസ് ഫിഞ്ചസ് ആർ ഗുഡ് എക്സാമ്പിൾസ് ഓഫ് ഓൾ എക്സെപ്റ്റ്. ഇവിടെ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. ഡാർവിൻ ഫിഞ്ചസ് അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിളായിട്ട് പറയാം, ഡൈവേർജൻ്റ് എവല്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാം, ഒരു നാച്ചുറൽ സെലക്ഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല കൺവേർജൻ്റ് എവല്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇവിടെ എക്സെപ്റ്റ് എന്നുള്ള അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 159 ഓപ്ഷൻ 4 ആണ്. ചൂസ് ആനിമൽ ദാറ്റ് ഇവോൾവ്ഡ് ഇൻ ടു ദ ആംഫിബിയൻസ് വിച്ച് ലീവ്ഡ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. ഫസ്റ്റ് ആംഫിബിയൻ എന്നൊക്കെ പറയുന്ന ആരാണ്? ലോബുഫിൻസ് ആണ്. ഓപ്ഷൻ 3 ലോബുഫിൻസ്. 161 സെലക്ട് ദ ബിഗ്ഗസ്റ്റ് കാർണിവോറസ് ലാൻഡ് റെപ്റ്റൈൽ. യെസ്, ഇവിടെ 20 feet ഇൻ ഹൈറ്റ് എന്ന് കാണാം. അതുപോലെ തന്നെ ഹ്യൂജ് ഫിയർസം ഡാഗർ ലൈക്ക് ടീത്ത്. ഇത് കാണുമ്പോഴേ നമുക്ക് ഉറപ്പിക്കാം ആൻസർ ഏതാണ്? ടൈറനോസോറസ് ആണ്. ഓപ്ഷൻ 4 ടൈറനോസോറസ്. ഓക്കെ, ചൂസ് ദ ഇൻകറക്റ്റ് മാച്ച്. ഇൻകറക്റ്റ് മാച്ച് ടോർപിഡോ ഇലക്ട്രിക് ഓർഗനുള്ള ഒരു ഓർഗാനിസമാണ്, ശരിയാണ്. ട്രൈഗൺ പോയിസൺ സ്റ്റിങ്, ശരിയാണ്. പൈല റാസ്പിംഗ് ഓർഗനായിട്ടുള്ള റാഡുല പ്രസൻ്റ് ആണ്. എക്സോസീറ്റസ് അല്ലേ, ഇവിടെ ഇതെന്ന് പറയുന്ന ഒരു ബോണി ഫിഷാണ്. ബോണി ഫിഷിൻ്റെ ഫീച്ചർ അല്ല ബിയർ ക്ലാസ്പേഴ്സ് എന്നുള്ളത്. കോൺട്രിക്ടൈസ് അല്ലെങ്കിൽ കാർട്ടിലേജസ് ഫിഷിൻ്റെ ഫീച്ചറാണ് ബിയർ ക്ലാസ്പേഴ്സ്. സോ ഇവിടെ ആൻസർ ഇൻകറക്റ്റ് മാച്ച് എന്ന് പറയുന്നത്, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. 163 മാച്ചസ് സുവോളജിക്കൽ നെയിം ആൻഡ് ആനിമൽസ് ലിസ്റ്റഡ് ഇൻ കോളം എ ആൻഡ് ദെയർ കോമൺ നെയിം ഇൻ കോളം ബി. പ്രിസ്റ്റിസ്. പ്രിസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർക്കണേ, പ്രിസ്റ്റിസ് സോഫിഷ് ആണ്, സോഫിഷ്. ടെട്രോപ്പസ്. ടെട്രോപ്പസ് ഫ്ലൈയിങ് ഫോക്സ് ആണ്. ഓക്കെ, പിസ്റ്റാക്കുല പാരറ്റ് ആണ്. പാവോ പീക്കോക്ക് ആണ്. ഓക്കെ, ഇവിടെ ആൻസർ ചെയ്ത് വരും പ്രിസ്റ്റിസ്. A3 വരും, B1 വരും, C4 വരും, D2 വരും. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 163 ഓപ്ഷൻ 3. 164 ന്യൂമാറ്റിക് ബോൺസ് ഓഫ് ബേർഡ്സ് ഇൻക്രീസസ്. ന്യൂമാറ്റിക് ബോൺസ് എന്താ ചെയ്യുക? വെയിറ്റ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ ബേർഡ്സിന് ഫ്ലൈയിങ്ങിന് സഹായിക്കുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ ഉള്ളത്? ബോയൻസി വിത്ത് ഹെൽപ്സ് ഇൻ ഫ്ലൈറ്റ്. ഓപ്ഷൻ 4 ആണ് കേട്ടോ, ഓപ്ഷൻ 4. ചൂസ് ദ കറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്ട് ടു ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മോൺസ് പിബിസ് എ ക്യൂഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് വിത്ത് സ്കിൻ ആൻഡ് പിബിക് ഹെയർ. ശരിയാണ് അല്ലേ. ലേബിയ മജോറ എക്സ്റ്റേണൽ ജെനറ്റേലിയയുടെ ഒരു പാർട്ടാണ്. ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ എക്സ്റ്റെൻഡിങ് ഡൗൺ ഫ്രോം മോൺസ് പിബിസ്. ശരിയാണ്. അംബുല ഓഫ് ഒവിഡക്ട് സൈറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ. ശരിയാണ്. സോ ഇവിടെ ആൻസർ വരിക കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലേ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. യെസ്. 166 if duration of menstrual cycle in a human female is 32 days, at which day ovulation will take place? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഓർത്തേക്കേണ്ട കാര്യം എന്താണ്? ടോട്ടൽ ഡേയ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിലെ ടോട്ടൽ ഡേയ്സ് -14 ചെയ്യുക. അവിടെ 32 - 14 ചെയ്യുക. ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 ആണ് 18th day. ഓക്കെ, ആൻറ്റിവെനം ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്നേക്ക് ബൈറ്റ്സ്. ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ആൻറ്റിവെനത്തിൽ റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് ആണ്. സോ ആൻസർ വരിക ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ്. 167 ഓപ്ഷൻ 3. ചൂസ് ദ ഓഡ് വൺ ഫോർ എക്സിറ്റീവ് കൺസർവേഷൻ സ്ട്രാറ്റജീസ്. ബൊട്ടാനിക്കൽ ഗാർഡൻ എക്സിറ്റീവ് ആണ്, സുവോളജിക്കൽ പാർക്ക് എക്സിറ്റീവ് ആണ്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് എക്സിറ്റീവ് ആണ്. പക്ഷേ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് എന്ന് പറയുന്നത് ഇൻസിറ്റീവ് ആണ്. സോ ഇവിടെ ഓഡ് വൺ ആയിട്ടുള്ളത് ഓപ്ഷൻ 4 ആണ്. ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം വിച്ച് ഫോംസ് എൻഡോത്തീലിയം ആൻഡ് ലൈനിങ് ഓഫ് ആൽവിയോളൈ. ആൽവിയോളൈയിലും എൻഡോത്തീലിയം ബ്ലഡ് വെസൽസിൻ്റെ വാൾസിലും കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എപ്പിത്തീലിയം സ്ക്വാമസ് എപ്പിത്തീലിയം. ഓക്കെ, സ്ക്വാമസ് എപ്പിത്തീലിയം ഓപ്ഷൻ 1 ആണ്. 170 യെസ്. ബേസോഫിൽസ് പെർസെൻറ്റേജ് ഓർത്തിരിക്കണം 0.5 to 1% ആണല്ലേ. യെസ്. ന്യൂട്രോഫിൽസ് 60 to 65% ആണ്. ലിംഫോസൈറ്റ്സ് 20 to 25% ആണ്. ഇസ്നോഫിൽസ് 2 to 3% ആണ്. ആൻസർ ചെയ്ത് വരും
ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ്. ഓക്കെ, 170 ഓപ്ഷൻ 2. 171 all of the following events occur during muscle contraction except. ഓക്കെ, മസിൽ കോൺട്രാക്ഷനിൽ സംഭവിക്കാത്തതെന്നുള്ളതാണ്. അപ്പം സ്ലൈഡിങ് ഓഫ് തിൻ ഫിലമെൻറ്റ്സ് ഓവർ തിക് ഫിലമെൻറ്റ് ശരിയാണ് അല്ലേ, മസിൽ കോൺട്രാക്ഷൻ സമയം സംഭവിക്കും. അതുപോലെ ഇൻക്രീസ്ഡ് കാൽഷ്യം ലെവൽ സർക്കോപ്ലാസം ശരിയാണ്. റിഡക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് എ ബാൻഡിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യുമോ? ഇല്ല. ഓക്കെ, സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ ഉറപ്പായിട്ടും സംഭവിക്കും മസിൽ കോൺട്രാക്ഷൻ സമയത്ത്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. 171 ഓപ്ഷൻ 3. 172 ചൂസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഹൈപ്പോതലാമസ് കണ്ടെയ്ൻ ന്യൂറോ സെക്രട്ടറി സെൽസ് വിച്ച് ആർ റെസ്പോൺസിബിൾ സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ശരിയാണ്. ഹോർമോൺസ് ഒറിജിനേറ്റിംഗ് hypothalamic neurons pass through axons and are released from their nerve endings ശരിയാണ്. Adenohypophysis is under direct neural control of regulation of hypothalamus. ഈ അഡിനോഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയാണ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയാണോ ഹൈപ്പോതലാമസ് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്? അല്ല, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിനെയാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അഡിനോഹൈപ്പോഫൈസിന് പകരം ന്യൂറോ ഹൈപ്പോഫൈസിസ് ആയിരുന്നെങ്കിൽ ശരിയായേനെ. സോ ഇവിടെ നമ്മുടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 3 ആണ്. 4ാമത്തെ ഓപ്ഷൻ റിലീസിങ് ആൻഡ് ഇൻഹിബിറ്ററിങ് ഹോർമോൺസ് ഓഫ് ഹൈപ്പോതലാമസ് റെഗുലേറ്റ് സെക്രീഷൻ ഓഫ് പാർസ് ഡിസ്ചാലിസ്. മെയിനായിട്ടും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നുള്ള ഹോർമോൺസിനെയാണ് കൺട്രോൾ, അതിൻ്റെ റെഗുലേഷനാണ്, അതിൻ്റെ സെക്രീഷനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. സോ ആൻസർ ഓപ്ഷൻ 3. 173 മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഓറൽ പിൽസ് ഈസ് സിമിലർ ടു. ഓറൽ പിൽസിൽ ആയിട്ട് സിമിലർ ആയിട്ടുള്ള ആക്ഷൻ ഉള്ളത് ഹോർമോൺ റിലീസിങ് IUD, കോപ്പർ റിലീസിങ് IUD, സ്റ്റെറിലൈസിങ് മെത്തേഡ്, വിഡ്രോവൽ മെത്തേഡ്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. ഹോർമോൺ റിലീസിങ് IUD ആയിട്ടാണ് സിമിലാരിറ്റി ഉള്ളത്. ഓക്കെ, ഈ ഒരു ഡയഗ്രം കാണുമ്പോഴേ നമുക്ക് ഉറപ്പിക്കാം. യെസ്, എന്താണ് ഇസ് എക്സിബിറ്റഡ് ബൈ മാർസുപ്പിയൽ റേഡിയേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ 2 അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ എക്സാമ്പിളാണ്. യെസ്. 175 ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയുടെ പാർട്ടല്ലാത്തതെന്നുള്ളതാണ് ചോദ്യം. ഡസ് നോട്ട് റെപ്രസെൻറ്റ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഇൻ ഫീമെയിൽസ്. സോ ഇവിടെ ഓരോ പാർട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എ എന്ന് പറയുന്നത് എന്താ? യൂട്രസ് ആണ് അല്ലേ? യെസ്. ബി എന്താണ്? യുറീത്രയാണ്. സി ലേബിയ മജോറയാണ്. ഡി വജൈനൽ ഓപ്പണിംഗ് ആണ്. ഇ വജൈനയാണ്. ജി റെക്ടമാണ്. എഫ് സെർവിക്സ് ആണ്. ഓക്കെ, ഇവിടെ ഡസ് നോട്ട് റെപ്രസെൻറ്റ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. നമുക്കറിയാം എക്സ്റ്റേണൽ ജെനൈറ്റാലിയ വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ലേബിയ മജോറ, ലേബിയ മൈനോറ, മോൺസ് പ്യൂബിസ്, ഹൈമൻ, ക്ലൈറ്റോറിസ് ആണ്. ഈ 5 പാർട്സ് ആണ്. അപ്പോൾ ഇതിലുള്ളത് ആകെ ഉള്ളത് സി മാത്രം. ഇവിടെ ഡസ് നോട്ട് റെപ്രസെൻറ്റ് എന്നാണ് ചോദ്യം. സോ സി ഒഴികെ ഉള്ളതെല്ലാമാണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 175 ഓപ്ഷൻ 2. 176 അസർഷൻ റീസൺ ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് ആർ ഫാഗോസൈറ്റിക് സെൽസ് ശരിയാണ് അല്ലേ? ദേ ബോത്ത് ആർ ഗ്രാനുലോസൈറ്റ്സ്. രണ്ടുപേരും ഗ്രാനുലോസൈറ്റ് ആണോ? അല്ല. ന്യൂട്രോഫില് ഗ്രാനുലോസൈറ്റാണ്, പക്ഷേ മോണോസൈറ്റ് അഗ്രാനുലോസൈറ്റാ. സോ റീസൺ എന്ന് പറയുന്നത് തെറ്റാണ്. സോ അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 177 സ്റ്റേറ്റ്മെൻറ്റ് oxygen is utilized by organism to indirectly break down of simple molecules like glucose, amino acid, fatty acid, etc. to derive energy to perform various activities. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഇൻഡയറക്ട്ലി എന്നാണ് പറഞ്ഞേക്കുന്നത്. തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല, ശരിയാണ് കേട്ടോ. ഡയറക്ട്ലി എന്നെങ്ങാനും ആണെങ്കിൽ തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇൻഡയറക്ട്ലി ആയിട്ടാണ് ഓക്സിജൻ്റെ ആക്ഷൻ കാറ്റബോളിക് റിയാക്ഷൻസിൽ. ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നു പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ വിത്ത് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽസ് ഈസ് കോൾഡ് ബ്രീത്തിങ്. ബ്രീത്തിൻ്റെ ഡെഫിനിഷൻ ആണ്. ശരിയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സോ ആൻസർ വരിക 171 177 ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ഓപ്ഷൻ 1. 178 മാച്ച് ദ കോളം പാർസ് ഡിസ്ചാലിസ്. പാർസ് ഡിസ്ചാലിസ് എന്ന് പറയുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ പാർട്ടാണ് അല്ലേ? പാർസ് ഡിസ്ചാലിസ് TSH ആണ്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പാർസ് ഇൻ്റർമീഡിയയിൽ നിന്ന് ഒരേ ഒരു ഹോർമോൺ അതേതാ? മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പാർസ് ഇൻ്റർമീഡിയ MSH ആണ്. പാർസ് നെർവോസയിൽ നിന്ന് ഓക്സിറ്റോസിനും വാസോപ്രസിനും ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ ADH. സോ C3 ആണ് ആൻസർ വരിക. A2 B1 ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ്. 179 3 the following statements. AV node is acting as a pacemaker. AV node ആണോ pacemaker? അല്ല, SA node ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. SA node is located in the wall of left atrium near the interatrial septum. അല്ല, SA node ഇരിക്കുന്ന എവിടെയാ? റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ പാർട്ടിലാണ്. സോ അതും തെറ്റാണ്. സോ ഇവിടെ ആൻസർ വരിക ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ ഇൻകറക്റ്റ്. ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഓപ്ഷൻ 4. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
Assertion reason, in the last century, increased health facilities along with better living conditions and their explosive impact on the growth of population. Growth of population കൂട്ടുന്നതിൽ പങ്കുവഹിച്ചതാണ് ഹെൽത്ത് ഫെസിലിറ്റീസിൽ ഇൻക്രീസും ബെറ്റർ ലിവിങ് കണ്ടീഷൻസും. ശരിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. വൈഡ്സ്പ്രെഡ് യൂസ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ചെക്കിംഗ് അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അവിടെയും ഒരു എന്താണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കുറയ്ക്കാൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്തു? കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് ഹെൽപ്പ് ചെയ്തു എന്ന് പറയും. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്, പക്ഷേ അസേഷൻ്റെ കറക്റ്റ് റീസൺ ആണോ? അല്ല. സോ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. ഓക്കെ, 180 ഓപ്ഷൻ 1. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എക്സാം നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ടൊക്കെ എഴുതാൻ ശ്രമിച്ചു. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് അടുത്ത എക്സാമിന് ഏറ്റവും എനർജറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.